സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയുടെ കീഴിലുള്ള ഭരണസമിതി പടിയിറങ്ങുമ്പോൾ കൊണ്ടോട്ടിക്ക് പറയാൻ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും പലതുണ്ട്. നഗരസഭാ അധ്യക്ഷ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് കാലങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 1 വർഷം 4 മാസം. ഒരു അധ്യക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പദവി തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കൊണ്ടോട്ടി നഗരസഭയുടെ അല്ലെങ്കിൽ കൊണ്ടോട്ടിയുടെ മൊത്തം മുഖച്ഛായം മാറ്റാനും അവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പൂർണ്ണമായ ഒരു ബാധ്യതയും ഉത്തരവാദിത്തമുള്ള ഒരു പദവി തന്നെയാണ്. അപ്പോൾ എനിക്ക് കഴിയുന്ന തരത്തിൽ ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഉറപ്പുവരുത്തുന്നത്. പിന്നെ ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ വാർഡിലാണെങ്കിലും വ്യക്തിപരമായിട്ട് ആളുകളുടെ ഇടയിലും ഒരുപാട് നേട്ടങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു അനുഭവം ഈ 5 വർഷം ലഭിച്ചു. ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന, അപ്പം ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിന്ന് പെട്ടെന്ന് ഒരു കൗൺസിലറായിട്ട് ഒരു നാട്ടിലേക്ക് കടന്നു വന്ന ആളാണ്. ഒരു വിദ്യാർത്ഥികൾ തിങ്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ വിചാരിക്കുന്നതിനപ്പുറം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ. ജനങ്ങളിലിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളെ ആശയങ്ങളും സ്വപ്നങ്ങളും അതുപോലെ വികസനങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നതാണ് നമ്മളെ. അത് പൂർണ്ണ ബോധ്യതയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു പദവിയും കൂടെയാണ്. അത്തരത്തിൽ തന്നെ എല്ലാവരും കാണും വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചത് ഇത്രമാത്രം എന്താണ് ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ ചെയ്യാവുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇത്രമാത്രം കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് വന്നത്. തീർച്ചയായിട്ടും നമ്മൾ പറയണമല്ലോ, സീറോയിൽ നിന്ന് വന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ലിങ്ക്ഡ് ആണ്. ഒരു നഗരസഭയായിട്ട് ആ ഭരണസമിതിയായിട്ടും ലിങ്ക്ഡ് ആണ്. അതൊക്കെ ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം അത്തരത്തിൽ പുതിയ ഭരണസമിതി വരുമ്പോഴും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കണം. ഓരോ അജണ്ടയും പഠിച്ചിട്ട് തന്നെ നമ്മൾ ഇരിക്കണം. എന്നുവെച്ചാൽ ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വാർഡാണെങ്കിൽ 1000 സംതിങ് ആളുകളെ പ്രതിദാനം ചെയ്തിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേ ഒരു നഗരസഭാ അധ്യക്ഷ എന്ന് പറയുമ്പോൾ വലിയൊരു ബൾക്ക്, ഒരു 50,000 മുകളിൽ പോപ്പുലേഷനുള്ള ആളുകൾക്കുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. അപ്പം അത്തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഭരണസമിതി വരിക, നിസ്സാരമായി കാണാതെ എന്തായാലും ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ്ങും മറ്റും ഒക്കെ ലഭിച്ചിട്ട് നല്ലൊരു ഉത്തരവാദിത്തമുള്ള പദവി തന്നെയാണിത്. കന്നി വോട്ട് ചെയ്താണ് നിത നീറാട് വാർഡിൽ നിന്ന് കൊണ്ടോട്ടി നഗരസഭയിലെ കൌൺസിലറായത്. വൈകാതെ നഗരസഭാ അധ്യക്ഷയുമായി. 2020-25 വർഷം UDF ഭരണസമിതിയിൽ 2024 ഓഗസ്റ്റിലാണ് നിത ഷഹീർ നഗരസഭാ അധ്യക്ഷയായത്. കണ്ണൂർ തളിപ്പറമ്പിലെ നഗരസഭാ അധ്യക്ഷയുടെ റെക്കോർഡ് തകർത്ത് പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന സ്ഥാനം 26-കാരിയായ നിത സ്വന്തമാക്കി. ഡിസംബർ 20 നിലവിലുള്ള അംഗങ്ങളുടെ കാലാവധി അവസാനിച്ച് പടിയിറങ്ങുമ്പോൾ ഭരണസമിതിക്ക് പറയാൻ ഒട്ടേറെ നേട്ടങ്ങളുണ്ടെന്ന് നിത പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ ഒരു വയസ്സിൽ തന്നെ വലിയൊരു ഉത്തരവാദിത്തം കിട്ടിയൊരു ആളാണ് ഞാൻ. അത് പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. അത്തരത്തിലുള്ള എൻ്റെ പാർട്ടി ആണെങ്കിലും മുന്നണിയാണെങ്കിലും ജനങ്ങളൊക്കെ ഒരുപാട് സ്നേഹം തന്നു ഈ ഒരു പദവിയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് മേഖലയിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് എന്തായാലും തുടക്കം എന്നുള്ള രീതിയിൽ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പാത്തുണ്ട്. ഇപ്പം നമ്മളെന്തായാലും പഠിച്ചെടുക്കണമല്ലോ. അപ്പോൾ പഠിച്ചെടുക്കാൻ മനസ്സിലായി. അതുപോലെ തന്നെ വലിയ ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഓൺ ഫണ്ട് അവരുടേതായ ഫണ്ടാണ്. അവരുടെ വർധനവും അതുപോലെ തന്നെ ഗ്രേഡിങ്ങും ഒക്കെ സംബന്ധിച്ച് ഓൺ ഫണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എയർപോർട്ട് നമ്മളിലല്ല എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പള്ളിക്കൽ പഞ്ചായത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാനും അവിടെ നിന്ന് ബൾക്ക് എമൗണ്ട് നമ്മൾ ഓൺ ഫണ്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊരു ഗ്രേഡിംഗ് സിസ്റ്റത്തിനെയും അതുപോലെ ഓൺ ഫണ്ട് വർധനവിനെയും വലിയൊരു
വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമ്മളെ സോഴ്സിൽ നമുക്ക് ഫണ്ട് ലഭ്യമാവണം. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വികസനങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ജനങ്ങൾ തരുന്ന ഫണ്ട് തന്നെയാണിത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പദ്ധതി ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് എല്ലാതും ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് പറ്റും. നമ്മളെ നേട്ടം തന്നെ ആരോഗ്യ മേഖലയിൽ വലിയൊരു നേട്ടം തന്നെ നമുക്ക് കൈവരിക്കാൻ പറ്റി. താലൂക്ക് ഹോസ്പിറ്റലിലുള്ള ലാബ് ഇപ്പം അവിടെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവരും അറിയാം, നല്ല ലാബിങ് സിസ്റ്റമാണ്. അതും ഏറ്റവും നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഒരു സാമ്പിൾസ് എടുത്താൽ പൊതുവെ മഞ്ചേരി മലപ്പുറത്ത് കൊണ്ടുപോകുന്ന ടെസ്റ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അതുവരെ നമ്മളിലേക്ക് ഒതുങ്ങി പൂർണ്ണമായിട്ട് അത്രയും ഹൈടെക് ലാബ് എന്നുള്ള സിസ്റ്റം അവിടെ പ്രവൃത്തി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ കിഫ്ബിയുടെ വലിയൊരു പ്രൊജക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ICU അതുപോലെ എല്ലാ സ്പെഷ്യൽ ഡോക്ടേഴ്സും, ഡെൻ്റൽ ക്ലിനിക്ക്, ഫിസിയോതെറാപ്പി, ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം നമ്മൾ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റി. ഡയാലിസിസ് നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് സ്റ്റോപ്പ് ചെയ്തൊരു സംഭവമാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ അതിൻ്റെതും ഏകദേശം എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മെഷീൻ വാങ്ങാനുള്ള തീരുമാനങ്ങൾ വരെ ഞങ്ങൾ HMCയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നിലവിലുള്ള മെഷീന് ചിലത് പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ താൽക്കാലികമായിട്ട് ഇനിയും സ്റ്റോപ്പ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതേപോലെ 3 വെൽനസ് സെൻറ്റർ, എല്ലാ സബ് സെൻറ്ററും ഇപ്പോൾ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ കാഷ്വാലിറ്റി പ്രവർത്തനം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും ആരോഗ്യ മേഖലയിലും ശുചിത്വത്തിൻ്റെ മേഖലയിലും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റി. കൊണ്ടോട്ടിയുടെ മൊത്തം എടുത്ത് നോക്കിയാൽ രാവിലെ തന്നെ ഒരു നല്ല രീതിയിൽ ക്ലീനിങ് ഫെസിലിറ്റിയൊക്കെ വെച്ചുകൊണ്ട് നല്ല മനോഹരമാക്കാനുള്ള തൊഴിലാളികളും, അതിൻ്റെ പുറമെ തന്നെ വേസ്റ്റ്, നമുക്ക് വലിയൊരു പ്രശ്നമായിരുന്നു വേസ്റ്റ് ഡംപ് ചെയ്യാനൊരു പ്ലേസ് ഇല്ല, അല്ലെങ്കിൽ കൊണ്ടുവെക്കാൻ നമ്മുടെ ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്ലേസ് ഇല്ല എന്നുള്ളത്. അത് പൂർണ്ണമായി ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 6 കണ്ടെയ്നർ MCF വെച്ചു. അതിൻ്റെ പുറമെ MCFന് വേണ്ടിയിട്ട് സ്ഥലം കാണുകയും അത് തരം മാറ്റി നമ്മുടേതായ നഗരസഭയുടെ അടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടെത്തി അത് തരം മാറ്റി ലഭിച്ചു. അതിനുശേഷം പ്രൊജക്റ്റും അവിടെ വെച്ചിട്ടുണ്ട്. ഒരു 50 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ്. അതിൻ്റെ എല്ലാ ടെൻഡർ നടപടികൾ, അഗ്രിമെൻ്റ് കാര്യങ്ങൾ മാത്രമേ ഇനി വെക്കാനുള്ളൂ. ബാക്കിയെല്ലാം പൂർത്തീകരിച്ചാണ് ഈ ഭരണസമിതി ഇറങ്ങുന്നത്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ടോട്ടിയിൽ ചെയ്യാനുണ്ടെന്നും നിത. വിമാനത്താവളത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു നഗരസഭയാകുമ്പം അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പം കൊണ്ടോട്ടിയെ സംബന്ധിച്ചുള്ള ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പുതിയ വികസനങ്ങൾ ഇനിയും വരണം. നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഡ്രീം എന്നായിരുന്നു തൊഴിൽ. നമുക്കറിയാം വേണ്ട രീതിയിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളാണുള്ളത്. അപ്പം ഏതൊക്കെ ഷെൽട്ടർ, ഇപ്പം ഒരാൾ ഡിഗ്രി കംപ്ലീറ്റ് ആയാൽ അയാൾ പോകുന്നത് ഒരു പക്ഷേ അയാൾ പഠിച്ച ഫീൽഡിലേക്കാവില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സജ്ജീകരണം നമ്മൾ വളരണം, ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ എന്താണോ പഠിച്ച അത്തരത്തിലുള്ള ഒരു ജോലി സാധ്യത കൂടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആശയങ്ങളായിട്ട് പുതിയ ഭരണസമിതി തന്നെ വരണം. ഒരു പുതിയ എൻ്റർപ്രണേഴ്സിനെ ബിൽഡ് ചെയ്യാം. അതുപോലെ തൊഴിലില്ലായ്മ ഇല്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ പുതിയ ബിസിനസ്സും കാര്യങ്ങൾക്കും വലിയൊരു സപ്പോർട്ട് നഗരസഭ കൊടുക്കുക. അത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ കൊണ്ടോട്ടി എന്ന് വെച്ചാൽ വലിയൊരു വികസനത്തിന് മാതൃക ആക്കാനും പറ്റും. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു നഗരസഭയായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതിനുള്ള സോഴ്സും അതിനുള്ള കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ട്. പൈതൃകത്തിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ കല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട. മോയിൻകുട്ടി സാറ് മണ്ണിലാണ് നമ്മളെ കൊണ്ടോട്ടിയുള്ളത്. അത്തരത്തിലുള്ള ഒരു വലിയൊരു പൈതൃകവും അതുപോലെ തന്നെ വലിയൊരു നമ്മൾ പറയുന്ന പോലെ ബർക്കെന്നൊക്കെ പറയാം, നമ്മളെ തങ്ങളെ കുടുംബങ്ങൾ, അങ്ങനെ വലിയൊരു പേര് കേട്ടത് തന്നെയാണ് കൊണ്ടോട്ടി. അപ്പം അതും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ വ്യവസായങ്ങളെ വർദ്ധിപ്പിക്കാനും കൂടെ നോക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു ജോലി ഹബ്ബിങ്, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രോഗ്രസ്സിങ് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. നമ്മളെ നഗരസഭയിൽ അത്തരത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുമായിട്ട് നമ്മൾ വരിക. അതിനിടെയുണ്ടായ സമൂഹ മാധ്യമങ്ങളിലെയും മറ്റും വിമർശനങ്ങളെ പോസിറ്റീവായാണ് കണ്ടതെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല, ഒരു പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. അത് നല്ലത് തന്നെയാണ്. വിമർശനങ്ങൾ നേരിട്ടാലേ നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മളടുത്തുള്ള പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ തരത്തിലാണ് ജനങ്ങൾ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വിമർശനങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മളടുത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചിലത് ആളുകൾക്ക് നമുക്ക്
നമ്മളെപ്പോഴും പറയും ലോസ് അറിയില്ല എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഇല്ല. എല്ലാവരും എല്ലതും അറിയണം എന്നാണ്. എന്നാലും സാധാരണക്കാരാണ് ഒരു പക്ഷേ ചില കാര്യങ്ങൾ അറിയാതെ നിൽക്കും. അത് നമുക്കായിട്ടും അറിയാതെ നിൽക്കും. ഞാനും ഒരു സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്ത് വന്നു. കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഈ മേഖലയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വരുന്ന ആളുകൾ എത്ര എന്ന് വെച്ചാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എത്ര ചിലപ്പം നമുക്ക് അത്രയ്ക്ക് അറിയലുണ്ടാവില്ല. അപ്പോൾ അവർ വിമർശിക്കും. അതിൽ നമ്മൾ ചെയ്തതാണെങ്കിൽ ഞാൻ സംതൃപ്തരായിട്ട് നിന്നിട്ടുണ്ട്. ചിലത് വിമർശനങ്ങൾ നല്ല രീതിയിൽ എടുത്തത് എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെതിരെ പോരാടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എന്നാലും 100% ആയിട്ടുണ്ടാവില്ല. ചെയ്ത പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തിയിലൊക്കെ പൂർണ്ണത എത്തിയിട്ടില്ല എന്നുള്ളത് പലപ്പോഴും എന്തായാലും ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഉൾക്കൊള്ളുന്നവരുണ്ട്. നമ്മളെ തെറ്റുകൾ നമ്മൾ തിരുത്തി പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. UDF ഭരിക്കുന്ന നഗരസഭയിൽ മുന്നണി ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ സീറ്റ് ഫാത്തിമത്ത് സുഹ്റാബി രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു നിദ ഷഹീർ എത്തിയത്. അവസാന ദിവസമായ ശനിയാഴ്ച വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ KP ഫിറോസ്, റംല കൊടവണ്ടി, കൌൺസിലർമാർ തുടങ്ങിയവർ നഗരസഭാ കാര്യാലയത്തിലെത്തി സൗഹൃദം പങ്കിട്ട് അവർ മടങ്ങി. അപ്പം നമ്മൾ വനിതകളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പദവിയിലേക്ക് വന്നാൽ ആപ്റ്റാവോ, നമ്മൾ മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടാവോ, നമ്മളെ ഫാമിലിയായിട്ട് ലിങ്ക് ചെയ്യുമ്പം അത് വളരെ ബുദ്ധിമുട്ടാവും. അതൊരിക്കലും വിചാരിക്കരുത്. പൊതുരംഗത്ത് ഈ 50% സംവരണം തന്നത് നിങ്ങളെ കഴിവുകൾ എന്ന് വെച്ചാൽ മനസ്സിലായി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാളും 50% ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് വനിതകൾക്ക് തന്നതിൽ ഒരിക്കലും പിന്നോട്ട് നിൽക്കാതെ നിങ്ങളെ കഴിവുകൾ അവർക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ അത് ആപ്റ്റാണ്. ഒരു വുമണിന് ഒരു മെൻ്റെ രീതിയിൽ ഭരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കുടുംബം നിങ്ങളിപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊരു കാണിച്ചു തരാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. എൻ്റെ കുട്ടികളായാലും എൻ്റെ പുതിയ ജീവിതം എന്ന് വെച്ചാൽ വിവാഹ ജീവിതം ആരംഭിച്ചത് മുതൽ ഞാൻ കൗൺസിലറാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേവലാതികളും കാര്യങ്ങളും കാണരുത്. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആശയം കൂടെ എനിക്ക് തരണമെന്നുണ്ട് സമൂഹത്തിന്. 2 കുട്ടികളുടെ ഉമ്മയാണ്. അതുപോലെ തന്നെ ഫാമിലിയിൽ ഞാൻ പുതുതായിട്ട് വിവാഹം കഴിഞ്ഞിട്ടാണ് നീറാടുക്ക് വന്നത്. അപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. മറ്റുള്ളവരൊന്നും നമ്മളെ കൂടെ നമ്മളെ കഴിവിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഫാമിലി ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവരൊന്നും നമ്മൾ നോക്കാതെ നമ്മളെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിന് ആപ്റ്റ് ആണെങ്കിൽ അതിലേക്ക് മുന്നോട്ടേക്ക് വരണം. സംവരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഭരണാധികാരിയായിട്ട് മുന്നോട്ട് വരണം. ഇന്ദിരാഗാന്ധിയൊക്കെ നമ്മളെ മുന്നിലുണ്ട്. ഒരുപാട് ലേഡീസ് ഉണ്ടോന്ന്, മലാല യൂസഫ്. അപ്പോൾ അതുപോലെയുള്ള ഇത്ര ആളുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളെ കാലിബറിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് പോവുക. ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. എൻ്റെ ലൈഫ് തന്നെ ഞാൻ അതിന് ചെറിയ രീതിയിൽ കാണിച്ചു തരാൻ താല്പര്യപ്പെടുന്നുണ്ട്. മുൻ ഹാൻഡ്ബോൾ താരമായ നിദ ഷഹീറിന്റെ പുതിയ തട്ടകമായിരുന്നു രാഷ്ട്രീയം. ഇനി തൽക്കാലം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന നിലപാടാണ് നിദയ്ക്ക്. ഇപ്പം തൽക്കാലം ഒന്ന് മാറി നിന്നതാണ്. എന്താ വെച്ചാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉടനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഒരു വിദ്യാർത്ഥിയായി നിൽക്കുന്ന സമയത്താണ്. എല്ലാവർക്കും അറിയാം 22-ാം വയസ്സിലാണ് വരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ വിദ്യാഭ്യാസം ചെറിയ രീതിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കരിയറും അതും നമ്മളെപ്പോഴും പറയും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയത്ത് നമ്മളത് പൂർത്തീകരിച്ചാൽ വീണ്ടും നമുക്ക് അവസരങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളെന്തായാലും പഠിക്കുക എന്നുള്ള രീതിയിൽ പഠനം മുന്നോട്ട് പോകണം എന്നാണ്. ഇപ്പം എന്തായാലും ഒരു പൊതുരംഗത്തേക്ക് വരണം എന്നുള്ളത് വിചാരിക്കുന്നില്ല. രേഖകൾ നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറി പടിയിറങ്ങി. പൊളിറ്റിക്കൽ ഡെസ്ക്, ER1.